വീട് പണിത മനുഷ്യൻ പക്ഷേ വീട്ടിൽ ജീവിക്കാൻ മറന്നു. നമസ്കാരം, സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ എന്നെ മുഹമ്മദ് കുട്ടി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ കഥയാണ്. ഒരുപക്ഷെ അത് നമ്മുടെ സമൂഹത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ കഥ കൂടിയാണ്. യുവാവായിരുന്നപ്പോൾ ഒരു സ്വപ്നം മാത്രമായിരുന്നു അദ്ദേഹത്തിന്. കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകണം. അതിനുവേണ്ടി അദ്ദേഹം വിദേശത്തേക്ക് പോയി. വീട്ടുകാരെ വിട്ട്, നാടിനെ വിട്ട്, സുഹൃത്തുക്കളെ വിട്ട് ഒരു നല്ല നാളേക്കായി. ആദ്യ വർഷങ്ങൾ വളരെ കഷ്ടപ്പാടുകളുടേതായിരുന്നു. പക്ഷേ അദ്ദേഹം തോറ്റില്ല. പിന്നീട് കുറച്ച് പണം കൈവന്നു. ഒരു വലിയ വീട് പണിയണമെന്ന് തീരുമാനിച്ചു. അടുത്ത വീട്ടിലെ ആളെപ്പോലെ ഒരു കാർ, അതിലും വലിയ വീട്, കുറച്ചും കൂടി വലിയ സ്റ്റാറ്റസ്. അങ്ങനെ ലോൺ എടുത്തു. വീണ്ടും ജോലി, വീണ്ടും ലോൺ, വീണ്ടും ജോലി. ഒരു ദിവസം അദ്ദേഹം മനസ്സിലാക്കി, വീട് പണിയാൻ വേണ്ടി ജീവിതം മുഴുവൻ ഞാൻ ചെലവഴിച്ചിരിക്കുന്നുവെന്ന്. ഒപ്പം മക്കൾ വളർന്നു, അവരുടെ കുട്ടിക്കാലം നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായി. പല ആഘോഷങ്ങളും, പല സന്തോഷങ്ങളും, പല ഓർമ്മകളും അദ്ദേഹത്തിന് നഷ്ടമായി. അവസാനം വീടുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, പക്ഷേ തിരിച്ച് ലഭിക്കാൻ കഴിയാത്ത സമയം നഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ പറയുന്നത് വിദേശത്ത് പോകുന്നത് തെറ്റാണ് എന്നല്ല, വലിയ വീട് വയ്ക്കുന്നത് തെറ്റാണ് എന്നുമല്ല, പണം സമ്പാദിക്കുന്നത് തെറ്റാണ് എന്നുമല്ല. പക്ഷേ ജീവിതം മുഴുവൻ സമ്പാദിക്കാൻ വേണ്ടി മാത്രം നാം ജീവിക്കരുത്. കാരണം പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, പക്ഷേ സമയം നഷ്ടപ്പെട്ടാൽ അത് ഒരിക്കലും തിരികെ ലഭിക്കില്ല. നമ്മുടെ ആരോഗ്യം പോലും നോക്കാതെയാണ് സമയം നഷ്ടപ്പെടുത്തി നാം അധ്വാനിക്കുന്നത്. എന്നിട്ടൊരു പ്രായം കഴിയുമ്പോൾ അസുഖബാധിതനായി സമ്പാദിച്ച പണം മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന സമയത്താണ് നാം നമ്മെക്കുറിച്ച് ഓർക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് വലിയൊരു വീട് ഓർമ്മയാകണമെന്നില്ല, പക്ഷേ അവരോടൊപ്പം ചെലവഴിച്ച സമയം അവർ ജീവിതകാലം മുഴുവൻ ഓർക്കും. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ അയച്ച പണം മാത്രമല്ല വേണ്ടത്, നിങ്ങളുടെ സാന്നിധ്യവും വേണം. ജീവിതത്തിൽ സമ്പാദിക്കൂ, പക്ഷേ ജീവിക്കാനും മറക്കരുത്. കാരണം ഒരു ദിവസം നമ്മളെല്ലാവരും തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്: വലിയ വീടിനേക്കാൾ വലിയ അനുഗ്രഹം സന്തോഷമുള്ള ഒരു കുടുംബമാണ്. സമ്പാദിക്കൂ, പക്ഷേ ജീവിക്കാൻ മറക്കരുത്. അതും ആരോഗ്യവാനായി കുടുംബത്തോടം ജീവിക്കാൻ.